പിന്നെയും വന്ന് ഇടപോടാ. ഇതാണ് കുഞ്ഞപ്പന്റെ സൈക്കിളിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അയ്യോ, ഇന്ന് കുഞ്ഞപ്പന് ഭയങ്കര എനർജിയാണ് ഗൈസ്. കുഞ്ഞപ്പ കളിച്ച് ഭയങ്കര ക്ഷീണിച്ച് വിയർത്ത് കുളിച്ചിരിക്കുകയാണ്. നിസ്സാര കളിയൊന്നുമല്ല, കുഞ്ഞപ്പൻ ഒരു പുതിയ കളി കളിക്കാൻ തുടങ്ങി. ഒരു പുതിയ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. കാണിക്കല്ലേ കുഞ്ഞു, കാണിക്കല്ലേ കുഞ്ഞു. സത്യം പറയും, ഇന്നലെ രാത്രി ഞങ്ങൾ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പൊ ഞാൻ ഇപ്പൊ കുഞ്ഞപ്പൻ കളിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു ഇൻട്രോ എടുക്കാന്ന് വിചാരിച്ചാണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് പോയാലോ? അപ്പൊ നിങ്ങൾ ഇന്നലെ രാത്രി തൊട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. അപ്പൊ ഇന്ന് ഒരു അടിപൊളി വ്ളോഗ് ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. സന്ധ്യ സാധനം വാങ്ങിക്കാൻ പോണെയാണ്. എന്റെ സൈക്കിളിൽ പോയി. അപ്പൊ ഒരു സൈക്കിൾ വാങ്ങിക്കാൻ പോവാണ്. സത്തിലും ബാറ്റും വാങ്ങിക്കാനും പോണെയാണ്. സൈക്കിൾ മേടിക്കാൻ പോയാണെന്ന് ആര് പറഞ്ഞു? അത് എന്റെ സൈക്കിള് അതിന്റെ ഒടിഞ്ഞിരിക്കുന്നതായിരുന്നു. അതെ, അത് ഒടിഞ്ഞിരിക്കുകയാണ്. അത് സത്യമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടില്ലായിരുന്നു. കുഞ്ഞപ്പന്റെ സൈക്കിളിന്റെ ഹാൻഡിൽ അവനെ ഓടിച്ചോണ്ടിരുന്നപ്പോ ഒടിഞ്ഞു പോയി കേട്ടോ. ദൈവമേ, ഭാഗ്യത്തിന് വേറെ ഒന്നും പറ്റിയില്ല. സ്പീഡിലാണ് സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കണമെങ്കിൽ അങ്ങനെ ഒടിഞ്ഞു പോയാൽ പെട്ടെന്ന് ഫ്രണ്ടിൽ ആ ഒരു കമ്പി ഉണ്ടല്ലോ, അത് നമ്മുടെ ഇവിടെ നെഞ്ചിൽ കുത്തി കയറാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ആ ഷോർട്സിൽ പറഞ്ഞ കുട്ടികളെല്ലാവരും സൈക്കിൾ ചവിട്ടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. അതും പഴയ സൈക്കിളൊക്കെ ആണെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണം. സൈക്കിൾ ഞാൻ കാണിച്ചു തരാൻ കേട്ടോ. അതിന്റെ അവസ്ഥ കണ്ട സത്യം പറ ഇങ്ങനെ തുരുമ്പിച്ച് ഒടിഞ്ഞു പോകുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. സൈക്കിളൊന്നും അല്ല കേട്ടോ, വേറൊരു സാധനം വാങ്ങിക്കാനാണ് നമ്മൾ പോണത്. അപ്പൊ ഈ സംഭവം സത്യം പറ വെക്കേഷന് വാങ്ങിക്കണ്ടായിരുന്നു. 2 മാസം വെക്കേഷനുള്ളപ്പോൾ വാങ്ങിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് 3 പേർക്കും കളിച്ച് തകർക്കായിരുന്നു. കുഞ്ഞപ്പന് മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്കും കുഞ്ഞപ്പന്റെ കൂടെ കളിക്കാം. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്, ചേട്ടനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ റെഡി ആയിട്ട് നിപ്പുണ്ട് പോകാൻ. എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് ഗൈസ്. അപ്പൊ സൈക്കിളിന്റെ കാര്യം പിന്നെ പരിഗണിക്കുന്നതായിരിക്കും. ഇപ്പൊ ഒടിഞ്ഞെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ പോയി പുതിയത് മേടിക്കത്തൊന്നുമില്ല കുഞ്ഞപ്പ. അപ്പൊ നമുക്ക് ആദ്യം ആ സാധനം പോയി മേടിക്കാം. ലെറ്റ്സ് ഗോ. ഇച്ചപ്പ അത്തോട്ട് നമ്മൾ എവിടെയെങ്കിലും പോയ ഇപ്പൊ പുതിയ ഉടുപ്പൊക്കെ ഇട്ടാ അവനും മനസ്സിലാവും. നമ്മളിപ്പോ പുറത്തു പോണ ഉടുപ്പിടത്തില്ലേ, ആ ഉടുപ്പിടുമ്പോ തന്നെ ആൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ നമ്മളോട് ഭയങ്കര സ്നേഹം കൂടുതലാണ്. കണ്ട എന്റെ ഷൂവും എന്റെ ജീൻസൊക്കെ കണ്ടിട്ട് വന്ന് ഇങ്ങനെ നോക്കുവാണേ. പൊന്നെ അത്തോട്ട് നോക്കോ, ഹാപ്പി കുട്ടാ, അത്തോട്ട് നോക്കോ. ഇവനെ സ്റ്റെപ്പ് ഇറങ്ങത്തില്ലായിരുന്നു. നമ്മൾ മണ്ണിലോട്ടൊന്നും ഇറക്കത്തില്ല, സ്റ്റെപ്പ് ഇറക്കാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പം ഇവനെ ഈ കുഞ്ഞപ്പം വൈകുന്നേരം സ്കൂൾ വിട്ട് വന്ന് കളിക്കുമ്പോൾ ഈ മുറ്റത്ത് കിടന്ന് കളിക്കുന്നത് കാണുമ്പോൾ ഇവന് ഭയങ്കര മിന്തിരിപ്പാണ് കേട്ടാ, അല്ലേ കുഞ്ഞു? അപ്പം ഇവൻ ചാടി ഒരു പ്രാവശ്യം ഇറങ്ങി മുറ്റത്തോട്ട്. അത് അവന് ഭയങ്കര തരവായി. ഇത്രയും ദിവസമായിട്ട് ഇപ്പം ഈ 1.5 ഇന്ന് തൊട്ടാണല്ലോ ഈ ഇറക്കം തുടങ്ങിയത്. ഇന്ന് വൈകുന്നേരം കുഞ്ഞപ്പം നല്ല കളിയായിരുന്നു ഇവിടെ മുറ്റത്ത്. ഇന്ന് വൈകുന്നേരം ഒന്ന് അവൻ ഇറങ്ങി. കുഞ്ഞപ്പനെ കടിക്കാതില്ലടാ. കണ്ട ഇന്ന് വൈകുന്നേരം തൊട്ട് തുടങ്ങിയതാണ് കേട്ടോ ഈ മുറ്റത്തോട്ട് ഈ സ്റ്റെപ്പ് ഇറങ്ങണ പരിപാടി. അതുവരെ സ്റ്റെപ്പ് ഇറങ്ങാൻ ഭയങ്കര പേടിയുമായിരുന്നു. നമ്മൾ ഇതുവരെ സ്റ്റെപ്പ് ഇറക്കി ശീലിക്കാത്തതുകൊണ്ട് അവൻ സ്റ്റെപ്പ് ഇറങ്ങത്തുമില്ലായിരുന്നു. ഇപ്പൊ അവന് ധൈര്യം വെച്ച് സ്റ്റെപ്പ് ഇറങ്ങാൻ. അയ്യോ, അത് അവർക്കറിയാം കേട്ടോ, നീ ഇറങ്ങി കാണിക്കണ്ടേ. നേരത്തെ നമുക്ക് ഹാപ്പിനെ ധൈര്യത്തോടെ സിറ്റ് ഔട്ടിൽ നിർത്തിയിട്ട് നമുക്ക് അകത്ത് പോകായിരുന്നു. ഈ വാതിൽ അടച്ചിടാം. പക്ഷെ ഇപ്പൊ സിറ്റ് ഔട്ടിൽ നിർത്തിയിട്ട് വാലടച്ചിടാൻ പറ്റത്തില്ല. ഇറങ്ങി മുറ്റത്തോട്ട് ഓട്ടമാണ്. കുഞ്ഞപ്പന്റെ സൈക്കിൾ നിങ്ങളെ കാണിച്ചു തന്നെ ഒന്നും പറഞ്ഞ അവൻ ഇറങ്ങി വന്നി ഹാപ്പി അകത്ത് പോ. അവന് ഒരു ഇത് കിട്ടാൻ കാത്തിരിക്കേ, ചാട്ടി പുറത്തിറങ്ങാൻ. കാണിച്ചു കൊടുക്കും കുഞ്ഞപ്പ. ഇതാണ് കുഞ്ഞപ്പന്റെ സൈക്കിളിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടാ. നോക്കിക്കേ, ഒരു ക്ലോസപ്പ് കാണിച്ചു കൊടുക്കാം. ഹാൻഡിൽ കണ്ട, ഹാൻഡിൽ ഉഡ്. പക്ഷെ അത് ഭാഗ്യത്തിന് എനിക്കൊന്നും പറ്റിയില്ല. ഇത് തുരുമ്പടിച്ചു പോയത് ഞാൻ കാണിച്ചു തരാം. ഇത് ഈ ഭാഗം താഴത്തോട്ട് പോയതാണ്. ഇതിന്റെ ജോയിൻ എവിടെയായിരുന്നു? കണ്ട ഒരു മുട്ട കണ്ട, ഒരു വലിയ ഹോള് കണ്ട, ആ ഭാഗം വെച്ച് ഒടിഞ്ഞ് താഴത്തോട്ട് പോയത്. ഇങ്ങനെ കൈ പിടിച്ച് നീ ഓടിക്കുന്ന പോലെ ഒന്ന് പിടിച്ച് എങ്ങനെയായിരുന്നു ഓടിച്ചോണ്ടിരുന്ന? അങ്ങനെയായിരുന്ന ഓടിച്ചോണ്ടിരുന്ന. അപ്പൊ അതെ, ഇങ്ങനെയാണ് നമ്മൾ സൈക്കിൾ ഓട്ടണ. ഇങ്ങനെയാണല്ലോ കാണിച്ചു തരുന്നത്. പിന്നെയും വന്ന് ഇടപോടാ ഗ്യാപ്പ് കിട്ടിയപ്പോ ചാടി പുറത്തിറങ്ങും. അപ്പൊ ഇതാണ് കുഞ്ഞപ്പന്റെ സൈക്കിളിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി ഇത് വെൽഡ് ചെയ്യാൻ പറ്റുവാന്ന് കടയിൽ കൊണ്ടുപോയി ചോദിച്ചു നോക്കണം. വെൽഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം, അല്ലേ കുഞ്ഞപ്പ? പുതിയ സൈക്കിളിന്റെ മോഹം അങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതി കേട്ടല്ല. ഈ സൈക്കിൾ 4 വയസ്സിന്റെ ബർത്ത്ഡേ ഒക്കെ മേടിച്ചതാണ്. ഇപ്പൊ ഒരു 2.5 വർഷമായി കേട്ടോ. ഇപ്പൊ കുഞ്ഞപ്പ ഒരു 6.5 വയസ്സായി. അപ്പൊ 2.5 വർഷമായി. എന്താ ബാ ലെറ്റ്സ് ഗോ. രാവിലെ തൊട്ടേ ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ സന്ധ്യയായി കേട്ടോ. കാരണം എനിക്ക് കുറേ പണി ഉണ്ടായിരുന്നേ. നല്ല വെയിലുള്ള ദിവസമായിരുന്നു, മഴയൊന്നും ഇല്ല ഇപ്പോൾ 2 ദിവസമായിട്ട്. അപ്പോൾ ബ്രസീലിൻ്റെ കട്ടൗട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പോകുന്ന വഴി. നിങ്ങൾ ആരുടെ ഫാൻസ് ആണെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എപ്പോഴത്തേയും പോലെ ഞങ്ങൾക്ക് ക്രോസ് ഇട കിട്ടി. എല്ലാവരും ജോലി കഴിഞ്ഞ് വൈകുന്നേരം വരുന്ന സമയമല്ലേ, സന്ധ്യ സമയമല്ലേ. അതുകൊണ്ട് എന്തൊരു തിരക്കായിരുന്നു. നമ്മുടെ മറ്റേ ന്യൂ ഇയറിനും ക്രിസ്മസിനൊക്കെ ഫോട്ടോ വെച്ചില്ല ഒരു തിരക്കുണ്ടല്ലോ, അതുപോലത്തെ തിരക്കാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മൾ പോകുന്നത് വൈറ്റ് ലൈലർ ഡെക്കാത്തലോണിലോട്ടാണ്. ഇതുവരെ ഞങ്ങൾ അവിടെ പോയിട്ടില്ല. ചേട്ടൻ പോയിട്ടുണ്ട് കേട്ടോ.
ഞാനും കുഞ്ഞപ്പനും ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ പോകുന്ന വഴിയാണെങ്കിൽ ഫൊറമാളിൽ എന്തോ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ എൻ്റെ മനസ്സങ്ങോട്ട് മാറി, ഫൊറമാളിൽ പോയാലോ കാരണം അവിടെ അതുപോലെ ജനമായിരുന്നു കേട്ടോ. ആരുടെയോ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരു മോളൊക്കെ ഉണ്ട്, അവൾ സ്കേറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് വന്നപ്പോൾ അവൾ വീഴാതിരിക്കാൻ പെട്ടെന്ന് ഞാൻ കയറി പിടിച്ചാണെങ്കിൽ അവൾ വീഴത്തൊന്നുമില്ല, അവൾക്ക് സ്കേറ്റ് ചെയ്യാൻ അറിയാമെന്നാണ് കേട്ടോ തോന്നുന്നത്. എന്നാലും എനിക്ക് പിള്ളേരിത് ചെയ്യുമ്പോൾ ടെൻഷനാണ്, വീഴുമോ എന്ന്. അങ്ങനെ അതിൻ്റെ അകത്ത് കയറിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. അതാണ് എൻ്റെ ഈ എക്സ്പ്രഷനൊക്കെ. അവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നീ വർത്താനം പറയാൻ പറ്റത്തില്ലല്ലോ, അതാണ് ഞാൻ ഈ എക്സ്പ്രഷൻ കാണിക്കുന്നത്. അയ്യോ, അവിടെ മറ്റേ സ്പോർട്സിൻ്റെ എന്താ പറയേണ്ടത്, ഈ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയില്ലേ, അതുപോലെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ. ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുത്തുള്ളൂ, കാരണം ഈ വീഡിയോ എടുത്തുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല, നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ലേ. അപ്പോൾ ഞാനിങ്ങനെ നടന്നെല്ലാം കാണുമായിരുന്നു. അപ്പോൾ ദേ ഷട്ടിൽ ബാറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് പല പല വില, ഒരു 600 മുകളിലോട്ടുണ്ടത്. ഇല്ല, കുഞ്ഞപ്പനൊക്കെ പറ്റിയ ചെറുത് 299 ആയിരുന്നെന്ന് എനിക്ക് തോന്നണേ, ആ ഒരു റേഞ്ചിൽ ചെറിയ ഷട്ടിൽ ബാറ്റിൽ. നമുക്കൊക്കെ പറ്റിയ കുറച്ച് വലുതിനൊക്കെ 600, 700, 1200, 1300 പല പല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ വില കൂടുന്നതിനനുസരിച്ച് ക്വാളിറ്റി കൂടും, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, കയ്യിൽ പിടിച്ച് അധികം ബലം തോന്നത്തില്ല, അങ്ങനെ ഓരോ ഇത് കൂടുമല്ലോ. അപ്പം ഞങ്ങൾ ഇതേ ഷട്ടിൽ ബാറ്റ് എടുത്ത് കോർക്ക് എടുത്തിട്ട് കളിച്ച് നോക്കി കേട്ടോ. അങ്ങനെ ഷട്ടിൽ ബാറ്റ് വാങ്ങിക്കാനാണ് ഗൈസ് പോയത്, അത് ഞാനിപ്പോൾ പറയാം. അതാവുമ്പോൾ ഞങ്ങൾക്ക് 3 പേർക്ക് ഒരുമിച്ച് കളിക്കാമല്ല, വേറെ എന്താണെങ്കിലും ഒരുമിച്ച് കളിക്കാൻ പറ്റൂല. അങ്ങനെ നോക്കി കുറേ നേരം നോക്കിയിട്ട് ഈ ഒരു ബാഗിൻ്റെ അകത്ത് 2 ഷട്ടിൽ ബാറ്റ് ഒരുമിച്ചുണ്ടായിരുന്നു കേട്ടോ. 1000 രൂപ എബോ ആണെന്ന് തോന്നണം ഒരു ബാറ്റിൻ്റെ വില, ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അങ്ങനെ 2 ബാറ്റ് വാങ്ങിച്ചു, അതുപോലെ തന്നെ കോർക്ക്, അതിൻ്റെ കൂടെ തന്നെ 3 കോർക്കും ആ ബാഗ് ഉൾപ്പെടെ എല്ലാം കൂടി ആയിരുന്നു കേട്ടോ. ഒരു 2000 രൂപയ്ക്കുള്ളിലായി കേട്ടോ ആ ഒരു മൊത്തം പാക്കറ്റിന്. പിന്നെ കുഞ്ഞപ്പന് എക്സ്ട്രാ ഒരു ചെറിയ ബാറ്റ്, അത് ഞങ്ങളുടെ അതേ കളറിലെ ബാറ്റ് കിട്ടി, കാണിച്ചു തരാവേ. കുഞ്ഞപ്പനാണെങ്കിൽ ഈ ഒരു ടെൻറ്റ് കണ്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അവന് ഇതുപോലെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ടെൻറ്റ്. എന്നോട് എപ്പോഴും പറയും, അമ്മ വീടിൻ്റെ അകത്ത് എനിക്ക് കളിക്കാൻ ഇതുപോലെ ഒരു കുഞ്ഞു വീട് മേടിച്ച് തരുമോ, നീ ഓൺലൈനിലൊക്കെ കിട്ടുമല്ലോ. പിന്നെ ഞാൻ ഒന്നാമത് നമുക്കിവിടെ സ്ഥലമില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ മേടിക്കാതിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു പുതപ്പും ഉണ്ട്, ഒരു പില്ലോയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അവനാണെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങണ പോലുമില്ല. അമ്മ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ, ഒരു സൈക്കിള്, പിന്നെ ഒരു ഷട്ടിൽ ബാറ്റ്, ഒരു ബാറ്റും ബോളും. അവിടെ ഇരുന്ന് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞിട്ട് ഒറ്റ കിടപ്പാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വില എത്രയായിരുന്നു മറന്നുപോയി. പിന്നെ ഇത് സ്പോർട്സിൻ്റെ ഷൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ സ്കൂളിൽ ഇപ്പോൾ ഫുട്ബോളിന് ചേർത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ. അപ്പം ഒരു ജേഴ്സി മേടിക്കണമായിരുന്നു, ജേഴ്സിയൊക്കെ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചേ. സ്കൂളിലെ കരാട്ടെ ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, പിന്നെ സ്കേറ്റിംഗ്, ഇത് 3 ഐറ്റംസ് ആണ് ഉള്ളത്. അപ്പോൾ ഞാൻ കുറേ ദിവസം അതിന് കൂലങ്കക്ഷമായി ആലോചിക്കുന്നു, കുഞ്ഞപ്പനെ എന്തിന് ചേർക്കണമെന്ന്. അവനോട് ചോദിച്ചപ്പോൾ ഒറ്റ ഇതേ ഉള്ളൂ, എനിക്ക് ഫുട്ബോളിന് ചേർന്നാൽ മതി. ഈ ആമ്പിളർക്കൊക്കെ ഫുട്ബോളായിരിക്കുമല്ലോ ഇഷ്ടം. അപ്പോൾ അവിടെ 159 രൂപയുടെ കുപ്പി, 100 രൂപയുടെ കുപ്പി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതേ കുഞ്ഞപ്പനാണെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങുന്ന പോലും ഇല്ല, ടെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ കിടപ്പാണ്. അവസാനം ഞാൻ എന്തോരം ഒന്ന് കിടന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നത്. ഇത് ഈ എയർ ബെഡാണെന്ന് തോന്നുന്നത്, നല്ല എയർ നിറച്ച ബെഡാണെന്ന് തോന്നുന്നു, നെക്കിയിട്ട് നല്ല സുഖം ഉണ്ടായിരുന്നു. പിന്നെ ഇത് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ ഇതൊക്കെ എന്തൊക്കെയാണ്, ഇത് ചെയേഴ്സാണ്, അതല്ലാണ്ട് ഇതേ മുകളിലൊക്കെ എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട്, എന്തൊക്കെയാണെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല കേട്ടോ. പിന്നെ ഇതേ ഒരുപാട് സ്പോർട്സിൻ്റെ ടീഷർട്ടും ഷോർട്സും പാൻസും ഒക്കെ ഉണ്ട്. നല്ല അടിപൊളി മെറ്റീരിയൽ ആണ്, നമുക്ക് പിടിച്ചു നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ക്വാളിറ്റി മനസ്സിലാകും. അതുപോലെ അത്യാവശ്യം റേറ്റും ഉണ്ട് കേട്ടോ. പക്ഷേ കീറിപ്പോത്തൊന്നുമില്ല, നല്ല അടിപൊളി സ്റ്റിച്ചിങ്ങും നല്ല അടിപൊളി സാധനമാണ് കേട്ടോ, നമുക്ക് കണ്ണും പൂട്ടി മേടിക്കാം. അപ്പം ഞാൻ എന്താണെങ്കിലും വാങ്ങിച്ചു കേട്ടോ. ഞാൻ 2 ടീഷർട്ടും ഒരു പാൻറ്റും എടുത്തിട്ടുണ്ട്. അതിട്ടുണ്ട് എന്തെങ്കിലും എക്സർസൈസ് ഒക്കെ ചെയ്യാമല്ലോ വീട്ടിൽ. ഞാൻ ജിമ്മിൽ പോയിട്ട് കാര്യമില്ല കേസ്, ഞാൻ 1 മാസം പോയിട്ട് നിർത്തിക്കളഞ്ഞാണ്. നല്ല ക്ഷമയുള്ളവർക്ക് പറ്റിയ പണിയാണ് ജിമ്മും. ചേട്ടൻ ഇപ്പോഴും എല്ലാ ദിവസവും പോകും കേട്ടോ. അപ്പോൾ അത് ഈ ഒരു സംഭവം കുഞ്ഞപ്പന് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ. നമ്മൾ ഈ അമ്പും വില്ലും ആ നടുക്ക് 100 അത് വീഴ്ത്തത്തില്ലേ, ആ സംഭവമാണേ. അമ്പും വില്ലും വിട്ട് വീഴ്ത്തും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എറിഞ്ഞ് കൊള്ളിക്കല്ലേ ആ നടുക്ക് 100. ഇത് വേറൊരു കുഞ്ഞു ബോളാണ്, ആ ബോൾ എറിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ പിടിച്ചിരിക്കും, ഇങ്ങനെ അതിൻ്റെ അകത്ത് എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ എറിയുമ്പോൾ അതിലിങ്ങനെ പിടിച്ചിരിക്കും. പിന്നെ അതേ മെൻസിൻ്റെ കളക്ഷൻസ് എല്ലാം ഉണ്ട്. അപ്പം ഞാനിങ്ങനെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞപ്പനാണിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവന് പറ്റിയ ഓരോ സൈസ് സൈക്കിള് വാങ്ങിച്ച് ഓടിച്ചുകൊണ്ടിരിക്കുകയാണേ. സത്യം പറഞ്ഞില്ലേ, സൈക്കിളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അവിടെ നിന്ന് ഒരെണ്ണം വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ ബൈക്കിനല്ലേ പോയത്. ബൈക്കിന് പോയത് കൊണ്ട് സൈക്കിൾ വാങ്ങിച്ചാൽ പിന്നെ ഞാൻ എങ്ങനെ കൊണ്ടുപോകും വീട്ടിലോട്ട്. പിന്നെ ചേട്ടനാണെങ്കിൽ BMX ആണ് ഇഷ്ടം എന്ന് പറയണം. അവിടെ BMX ഇല്ലായിരുന്നു കേട്ടോ. ബാക്കി അത്യാവശ്യം എല്ലാ മോഡലും ഉണ്ട്, BMX ഇല്ല. ചേട്ടന് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിഞ്ഞത് സ്കേറ്റിംഗ് ഷൂ ഒക്കെ പിള്ളേർ അവരുടെ സൈസിന് പാകത്തിന് അവിടെ ഇട്ട് നോക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതേ സ്റ്റാഫൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി പിള്ളേരാണ്, അവരെല്ലാവരും ഇടിയിപ്പിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു പിള്ളേർക്ക്. അപ്പോൾ കുഞ്ഞപ്പൻ ആദ്യമായിട്ട് ഇടാണ്, അവന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ ഈ സ്കേറ്റിംഗ്. പക്ഷേ സ്കൂളിൽ സ്കേറ്റിങ്ങിന് ചേരണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട, ഞാൻ ഫുട്ബോളിന് തന്നെ ചേർന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ സ്കേറ്റിങ്ങിന് ഇനി കുഞ്ഞപ്പനെ വേറെ എവിടെയെങ്കിലും ചേർക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ആ ഗ്രീൻ കളറിലെ മാറ്റ് ഇട്ടേക്കണില്ലേ, ആ മാറ്റിൻ്റെ അവിടെ മാത്രമേ ഓടിച്ചു നോക്കാവുള്ളൂ, അതിൻ്റെ താഴത്തേക്ക് ഇറങ്ങരുതെന്ന് ആ സ്റ്റാഫ് പിള്ളേർ പറഞ്ഞേ.
അപ്പൊ കുഞ്ഞപ്പന്റെ ചേട്ടൻ അവിടെ മാത്രം ഓടിപ്പിച്ചോണ്ടിരിക്കുകയാണ് കേട്ടാ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരു കൊച്ചുണ്ട്, ഒരു ചേട്ടൻ. ആ ചേട്ടനാണെങ്കിൽ ഞാൻ ഒന്ന് താഴെ ഓടിച്ച് നോക്കട്ടെ എന്ന് വെച്ചാൽ അതിൻ്റെ വീല് കറങ്ങില്ല. ആ മാറ്റിൽ നമ്മൾ നടക്കുമ്പോൾ വീല് കറങ്ങില്ല, സേഫാണ്. അതുകൊണ്ടാണ് അവർ താഴത്തേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു വലിയ ചേട്ടൻ ഒന്ന് എനിക്ക് ഇറങ്ങി നോക്കണം പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് താഴത്തോട്ട് ഇറങ്ങിയില്ല. എൻ്റെ പൊന്നെ, തെന്നി ഒറ്റ വീഴ്ചയായിരുന്നു കേട്ടാ. അത് കഴിഞ്ഞതേ കുഞ്ഞപ്പൻ അവിടെയുള്ള വേറെ എക്സർസൈസ് മെഷീനിലൊക്കെ ചെന്ന് ചവിട്ടിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിള്ളേരെല്ലാവരും ഇതിലൊക്കെ ചവിട്ടി നോക്കി കളിയായിരുന്നേ. പിന്നെ അവിടുത്തെ സ്പോർട്സിൻ്റെ എന്തോ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്നും മേടിച്ചൊന്നുമില്ല. ചേട്ടനും ടീഷർട്ട് വാങ്ങിച്ചു, ഞാനും ടീഷർട്ട് പാൻറ് എടുത്തു, കുഞ്ഞപ്പൻ ഒരു ജേഴ്സി വാങ്ങിച്ചു. പിന്നെ നമ്മൾ മെയിനായിട്ട് ആ ഷട്ടിൽ ബാറ്റാണ് കേട്ടോ വാങ്ങിച്ചത്. അത് വാങ്ങിക്കാനാണ് പോയത്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ തുള്ളിക്കളിക്കുന്ന ഒരു സംഭവമുണ്ട്. അതിൻ്റെ നമ്മുടെ ഈ പള്ളിപ്പെരുന്നാളിൻ്റെ അവിടെ അമ്പലത്തിലൊക്കെ ഇതിപ്പോൾ ഉണ്ടല്ലോ. പക്ഷേ ഇവിടെ ഒരു സമയത്ത് ഒരാൾക്കേ കയറാവുള്ളൂ കേട്ടോ, അതവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരു മോള് കളിക്കായിരുന്നു, അവൾ ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ കുഞ്ഞപ്പൻ കയറി. ജസ്റ്റ് 1 മിനിറ്റ് തുള്ളിയുള്ളൂ കേട്ടോ, അവൻ്റെ ഒരു ആഗ്രഹത്തിന്. അവൻ തുള്ളിക്കഴിഞ്ഞ് അടുത്ത ആൾ കയറി. അങ്ങനെ ഓരോ ആൾക്കാർക്കേ ഒരു സമയം അവിടെ കളിക്കാവുള്ളൂ. 2-3 പേരൊന്നും ഒരുമിച്ച് കയറാൻ പാടില്ലെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നെ, ചെറിയ വിശപ്പൊന്നും അല്ല കേട്ടോ. അതായത് കുറേ നേരം ഞങ്ങൾ അവിടെ നോക്കി പിടിച്ച് എൻ്റെ പൊന്നെ ഇതെല്ലാം സെലക്ട് ചെയ്ത്. കുഞ്ഞപ്പനാണെങ്കിൽ അവിടെ സൈക്കിളെ വിട്ടൊന്നും ഇതിന്ന് വരുന്നുമില്ല. കുറേ ടൈം അവിടെ നിന്ന് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ വെള്ളം പോലും കുടിക്കാണ്ടല്ലേ നിൽക്കുന്നത്. അവിടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, കുഞ്ഞപ്പൻ ഇടയ്ക്കിടത്ത് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ വിശന്നിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല. പിന്നെ ഞങ്ങൾ വരുന്ന വഴി ഒരു ഹോട്ടലിൽ കയറി, റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ. കയറിയിട്ട് എന്ത് കിട്ടിയാലും തിന്നുമെന്നുള്ള അവസ്ഥയിലാണ് കയറിയത്, അത്ര വിശപ്പായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പൊറോട്ട ഓർഡർ ചെയ്തു. കുഞ്ഞപ്പന് പൊറോട്ട മതി എന്ന് പറഞ്ഞു. എനിക്ക് എന്നെ ഇടിയപ്പമാണ് പറഞ്ഞത്, ചേട്ടൻ ചപ്പാത്തിയും പറഞ്ഞു. 3 പേരും 3ആ പറഞ്ഞത്. കുഞ്ഞപ്പനാണെങ്കിൽ പൊറോട്ട നിന്നിട്ട് അമ്മയെ സൂപ്പർ 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 എന്ന് കാണിക്കുകയാണേ. ഞാൻ അവൻ്റെ പൊറോട്ട എടുത്ത് കഴിച്ചു നോക്കിയപ്പോൾ എൻ്റെ പൊന്നോ, കുറേ നാളായി കേട്ടോ ഇത്രയും അടിപൊളി പൊറോട്ട നിന്നിട്ട്. അത്രയും നല്ല ക്രിസ്പിയായ നല്ല ടേസ്റ്റുള്ള പൊറോട്ട എന്നേ വേറൊരു കടയിൽ നിന്ന് ഞാൻ ഇത്രയും നല്ലത് കഴിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിച്ചു. ഇത് പിറ്റേ ദിവസത്തെ കാഴ്ചകളാണ്. തിരിച്ച് രാത്രി വീട്ടിൽ വന്നു കഴിഞ്ഞ് പിന്നെ ഭയങ്കര ടയേർഡായി, വ്ളോഗൊന്നും എടുത്തില്ല. പിറ്റേ ദിവസം ചേട്ടനും കുഞ്ഞപ്പനും കൂടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഷട്ടിൽ ബാറ്റും കൊണ്ട് വൈകുന്നേരം കളിക്കാൻ. ഇച്ചപ്പനാണെങ്കിൽ ഹാപ്പിക്കുട്ടനാണെങ്കിൽ സമ്മതിക്കത്തില്ല. ഞാനും മന്നെ എന്നെയും കൊണ്ടുപോകുന്ന പറഞ്ഞ ബഹളാണ്. അവനെ നമ്മൾ മുറ്റത്ത് മനപ്പൂർവ്വം ഇറക്കാനിട്ടാണ്. കാരണം ഒരുപാട് പട്ടികളൊക്കെ മുറ്റത്തുകൂടി നടക്കണം. അപ്പം ഈ പട്ടികളുടെ മേത്ത് കടിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതെങ്ങാനും ഇവൻ്റെ മേത്ത് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ പണിയാണ്. ഇവന് ഓരോ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരും. അമ്മ വരാം, നിങ്ങൾ കളിക്കണം. 5 പ്രാവശ്യം നീയാണ് താഴെ കളയണമെങ്കിൽ അടുത്ത അമ്മ കയറും, അച്ഛനാണ് താഴെ കളയണമെങ്കിൽ അമ്മ കയറും. അങ്ങനെ കളിക്കാം. നമുക്ക് കളിക്കാൻ സ്ഥലമില്ല ഗൈസ്, അതാണ് ഏറ്റവും പ്രശ്നം. ഇത് നമ്മുടെ വീട് നേരെ ഫ്രണ്ടിൽ റോഡാണ് കേട്ടോ. അപ്പോൾ ഈ റോട്ടിൽ നിന്ന് കളിച്ചാൽ ഇവരുടെ മതിൽ കണ്ട, മതിലിൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഭായിമാരാണ് താമസിക്കുന്നത്. അവിടെ പോയി എപ്പോഴും എടുക്കേണ്ടി വരും. പിന്നെ വേറെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ അവിടെ പോകും, അല്ലെങ്കിൽ ഇവിടെ ഒരു പുതിയ വീട് പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, അവരുടെ അതിൻ്റെ മുകളിൽ പോകും. അതുകൊണ്ട് കളിക്കാൻ ഭയങ്കര പാടാണ്. അവിടെ റോട്ടിലൊക്കെ നല്ല വെള്ളമാണ് കേട്ടോ, നിങ്ങൾക്ക് കാണാമെന്ന് അറിയില്ല കണ്ട. അപ്പോൾ വെള്ളം കിടക്കണ്ട അവിടെ ഇവിടെ. അപ്പോൾ കോർക്ക് ചീത്തയാകുമെന്ന് പറഞ്ഞ് ചേട്ടനാണെങ്കിൽ ഇങ്ങനെ റോട്ടിൽ നിന്ന് കളിക്കുന്നില്ല. ഔട്ടായ എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം ഔട്ടായി. ഇത്ര പെട്ടെന്ന് 5 പ്രാവശ്യം ഇത്ര പെട്ടെന്ന് ഔട്ടായി. അപ്പൊ നമുക്കിത് ഇവിടെ കാർ ഇട്ടുകൊണ്ടിരുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ കാർ ഇപ്പം ഇല്ല, കംപ്ലൈന്റ് ആയിട്ട് വർക്ക്ഷോപ്പിൽ കൊടുത്തേക്കുവാണേ. അപ്പൊ ഇവിടെ നിന്നാണ് അച്ഛനും മോനും കൂടി കളിക്കണത്. എൻ്റെ പൊന്നെ, അമ്മ കളിക്കാനാണോ ഇനി? ഓക്കെ എടാ, അമ്മ കളിക്കണ വീഡിയോ എടുക്കുവോ വല്ലതും കിട്ടുമോ? നീ എടുത്താ നോക്കാം, കുഞ്ഞപ്പനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ച് നോക്കാം. കിട്ടണണ്ടാ? 2 പേരും കിട്ടണേ. അച്ഛ പയ്യട്ടാ അച്ഛൻ അച്ഛ പയ്യ ഈ 1 പ്രാവശ്യം ഔട്ടായി. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിത് കളിക്കണത്. അതുകൊണ്ട് ഞാൻ അടിച്ച ഭായിമാരുടെ മതിലിലോട്ട് ഇടുമെന്ന് എനിക്ക് തോന്നണം. ഞാൻ 2-3 പ്രാവശ്യം നിർത്താണ്ടടിച്ച്. അപ്പൊ അടുത്ത കുഞ്ഞിപ്പം കയറിയിട്ടുണ്ട് കേട്ടാ. ഇവിടെ ഈ പുല്ലേ സത്യം പറഞ്ഞാൽ ഇവിടെ മണ്ണ് കണ്ട, മണ്ണ് ഇവിടെ ഒലിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാറിടാൻ പറ്റൂല. ഇപ്പൊ ഒന്നാമതെ നല്ല മഴയാണ്. മഴ ആയതുകൊണ്ട് നല്ല മണ്ണെല്ലാം ഒലിച്ചു പോകും. അതുകൊണ്ടാണ് ഈ പുല്ലിങ്ങനെ പറിക്കാണ്ട് നിർത്തിയേക്കണത്. പുല്ലിങ്ങനെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ പെയ്താലും മണ്ണ് ഒലിച്ചു പോകൂല. ഇല്ലെങ്കിൽ പുല്ലെല്ലാം നമ്മൾ വെട്ടി വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ പെയ്ത ഈ മണ്ണെല്ലാം ഒലിച്ച് ഈ റോട്ടിലോട്ട് വരും. പിന്നെ കാറും ഇടാൻ പറ്റത്തില്ല, അവിടുത്തെ മണ്ണും പോകും. അതാണ് നമ്മൾ വെട്ടി നിർത്തിയേക്ക്. ഈ പുല്ല് വളരുന്നതിനനുസരിച്ച് ഇതിന് വെട്ടി നിർത്തിയേക്കാണ്. കുഞ്ഞപ്പൻ ഇപ്പൊ 2 പ്രാവശ്യമൊക്കെ നിർത്താണ്ട് അടിക്കും അല്ലേടാ? 3 പ്രാവശ്യമൊക്കെ അടിക്കും. അയ്യോ ബൈ അയ്യോ ജസ്റ്റ് മിസ്. ആരാണ് അടിച്ച് കളയണത് അവര് തന്നെ എടുക്കണം അല്ലേ? ഓക്കെ. എടാ കുഞ്ഞപ്പൻ ഇമ്പ്രൂവ്ഡ് ആയാലും ഓട്ടല്ലേ അച്ഛേ? എന്താണ്? ഇല്ല തോറ്റിട്ടില്ല, കളിച്ചു. ഓക്കെ. അപ്പൊ ഗൈസ്, കുഞ്ഞപ്പനും അച്ഛനും കൂടി ജീവൻ മരണ പോരാട്ടോട് നല്ല കളിയാണ്. കുഞ്ഞപ്പൻ ഇത് വാങ്ങിച്ചു കൊടുത്തേ പിന്നെ ഈ പിള്ളേർക്ക് നമ്മൾ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുത്താലേ ഇവര് ഈ ഫോൺ നോക്കിയിരിക്കണൊക്കെ നല്ലോണം കുറയും കേട്ടാ. അപ്പൊ ഓക്കേടാ, അടിക്കല്ലടാ. എന്താ കഴിഞ്ഞ
തോറ്റാ കണ്ട കുഞ്ഞപ്പം ഭയങ്കര സത്യസന്ധനാണ് കേട്ടാ. തോറ്റു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കൊണ്ടുവന്ന് തരും, കൂടുതൽ കളിക്കൊന്നുമില്ല. അപ്പൊ ഗൈസ്, അപ്പൊ ഞാൻ അടുത്ത കളിക്കട്ടെ. ഈ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് മേടിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. ഞാൻ ഇത് മേടിക്കാൻ എന്തേ താമസിച്ചു പോയെന്നാണ് എൻ്റെ ഒരു കുറ്റബോധം. അല്ലേ കുഞ്ഞപ്പ? ഇഷ്ടപ്പെട്ടോ പൊന്നിന് ഇത് ഷട്ടിൽ ബാറ്റ്? ഇഷ്ടപ്പെട്ടാ? അപ്പൊ ഗൈസ്, ഞങ്ങൾ കളിക്കട്ടെ. ഈ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ചാച്ചാ, ബൈ ബൈ, സീ യു, ബൂം.